മൗറീഷ്യസിലാണെങ്കിൽ ഒരു ഒന്നാന്തര സ്കാം ആണ് ഇപ്പോൾ ഇവിടെ നടന്നു പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കാര്യങ്ങൾ എല്ലാം വാങ്ങിച്ച് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാക്കുന്ന കുറച്ച് ഏജൻസീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഇൻക്ലൂഡഡ് എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു കാര്യം, ഇങ്ങനത്തെ ഒരു സ്കാം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ വീഡിയോ ഇടുകയാണ് നിങ്ങൾക്ക് ഇത് എത്തിക്കാനായിട്ട്. കാരണം ആരും ഇതിൽ പോയി പെടരുത്. നമ്മുടെ നാട്ടിൽ കുറച്ച് ഏജൻസീസ് ഉണ്ട്. ഞാനിപ്പോ പറയുന്നത് മെഡിക്കൽ ഫീൽഡിലല്ല, നോൺ മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെ കാര്യമാണ് കേട്ടോ. നോൺ മെഡിക്കൽ ഫീൽഡിലുള്ളവരെയാണ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഏജൻസി നമ്മളെ ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഇവർ ചോദിക്കും, നമ്മുടെ പ്രൊഫഷനും കാര്യങ്ങളും ഫസ്റ്റ് ചോദിക്കും. നമ്മുടെ നാട്ടിലിപ്പോ ഡ്രൈവറാണ് അല്ല അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഉടനെ അവർ നമ്മുടെ അടുത്ത് പറയും നമുക്കാണെങ്കിൽ ഡ്രൈവറിന്റെ വേക്കൻസി ഉണ്ട് മൗറീഷ്യസിൽ, അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കും. നമ്മളിപ്പോ നാട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു പുറത്തേക്ക് ഒരു ഓഫർ കാര്യങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്ത് സംസാരിക്കും. അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ നമ്മളുടെ അടുത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയും. ഇത്ര രൂപയാണ് സാലറി, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും, അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിരിക്കും, ഫുഡൊക്കെ ഫ്രീ ആയിരിക്കും എന്നായിരിക്കും ഇവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓർത്തോളണം, ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോളണം കേട്ടോ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഉണ്ടാവില്ല. ചിലവരുടെ കാര്യത്തിൽ എനിക്ക് ചിലവർ പറയുന്ന ഇന്റർവ്യൂസ് ഒന്നും ഇല്ല, അവർ CV കൊടുത്തത് സെലക്ട് ആയി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറഞ്ഞ് അവരെടുത്ത് അപ്പൊ അവരോട് പറയും നിങ്ങൾ പാസ്പോർട്ട്, നിങ്ങളുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അയക്കാൻ പറയും. അപ്പൊ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഓക്കെ ജോലി വരണം ശരിയായി എന്ന് വിചാരിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും അവർക്ക് അയച്ചു കൊടുത്ത് എല്ലാ പേയ്മെന്റും കാര്യങ്ങളും. എന്നിട്ട് അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ വിസ കഴിഞ്ഞിട്ട് മതി പേയ്മെന്റ് എന്നായിരിക്കും അവർ പറയുന്നത്. ഇത് എല്ലാ ഏജൻസികളും അങ്ങനെയാണ് പറയുന്നത്. ഞാൻ എല്ലാ ഏജൻസിനെയും കുറിച്ചല്ല പറയുന്നത്. കുറച്ച് ചില ഏജൻസീസ് ഉണ്ട് ഇങ്ങനെ നമ്മളെ ഒന്നും അല്ലാത്ത രീതിയിൽ മൗറീഷ്യസിലേക്ക് വന്ന് നമ്മളെ ഒന്നും അല്ലാത്ത സീറോയിലേക്ക് എത്തിക്കും. നാട്ടില് അത്യാവശ്യം നമുക്കൊരു കുറച്ച് സാലറി കിട്ടുന്ന ജോലിയുള്ള ഒരാളെ മൗറീഷ്യസിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ 0 ആക്കുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഏജൻസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. അപ്പൊ അവർ നമുക്ക് പറയും ആഫ്റ്റർ വിസ കഴിഞ്ഞിട്ട് മതി, നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ ട്രസ്റ്റ് ചെയ്യും, ആഫ്റ്റർ വിസ മതി പേയ്മെന്റ്, അപ്പൊ കുഴപ്പമില്ല വിസയൊക്കെ കിട്ടി നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിക്കും. ബട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവർ വിസ എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞ് അവർ വിശ്വസിപ്പിക്കുന്നത്. വിസ വരും, വിസ വന്നിട്ട് മതി നിങ്ങൾക്ക് പേയ്മെന്റ് കാര്യങ്ങളെന്നൊക്കെ ആയിരിക്കും ഇവർ ഫസ്റ്റ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ലെറ്റർ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഓഫർ ലെറ്റർ നമുക്ക് വരും എന്ന് പറഞ്ഞ് വരില്ല. ലാസ്റ്റ് നമുക്ക് അവർ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ അവർ നമുക്കൊരു ലെറ്റർ തരും. അതായത് ഇവിടുന്ന് ഇൻവിറ്റേഷൻ ലെറ്റർ, ഇവിടെ നിങ്ങൾ ഏത് കമ്പനിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് അവർ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തരും. അതായത് നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ടുള്ള ലെറ്റർ, നിങ്ങൾ ബിസിനസ് കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വരുവാണെന്നുള്ള ലെറ്റർ നിങ്ങൾക്ക് തരും. ആ ലെറ്റർ വെച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരും. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് നാട്ടിൽ നമുക്ക് അറിയില്ല മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മൗറീഷ്യസ് എന്ന് പറയുമ്പോൾ. നമുക്ക് ഈ ലെറ്റർ തരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ നമ്മൾ അതുപോലെ ട്രസ്റ്റ് ചെയ്യിക്കും. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ലെറ്റർ മാറ്റി നിങ്ങൾക്ക് അവർ പെർമിറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു തരും. എന്നാൽ അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യിപ്പിച്ച് നിങ്ങൾ ആ എമൗണ്ട്, ഏജൻസിക്കുള്ള എമൗണ്ട് 4 ലക്ഷം 3 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം. ഇപ്പൊ കൂടുതലും എല്ലാ ഏജൻസീസും ഞാനിപ്പോ കണ്ടിരിക്കുന്നതിൽ കൂടുതൽ ഏജൻസീസ് 4 lakh ആണ് ചോദിക്കുന്നത്. ഈ ലെറ്ററും തന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് ആ പൈസ അവർക്ക് പേയ്മെന്റ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറ്റി വിട്ട് നമ്മൾ മൗറീഷ്യസിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഇല്ല, നന്നായിട്ടൊരു അക്കോമഡേഷൻ ഇല്ല. ഏതോ ഒരു കാട്ടിൽ കൊണ്ട് ഇട്ടേക്കുമായിരുന്നു. എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ട് ഏതോ ഒരു കാട്ടിൽ കൊണ്ട് അവർ ഇട്ടേക്കുമായിരുന്നു, ഏതോ ഒരു സ്ഥലത്ത്. അത് നമ്മൾ ഏജൻസിനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. അവര് കമ്പനീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലെറ്റർ എന്ന് വെച്ചാൽ അതിന്റെ വാലിഡിറ്റി 1 month ഉള്ളൂ. 1 month കഴിയുമ്പോൾ ചില ഏജൻസീസ് പറയുന്നത് നമ്മൾ തന്നെ ഇവിടെ നിന്ന് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. നാട്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയാണ് പെർമിറ്റിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടിയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ആർക്കും അറിയത്തില്ല. സാധാരണ മൗറീഷ്യസിൽ നമ്മൾ ഏത് കമ്പനിയുടെ അണ്ടറിലാണ്, ഏത് ഹോസ്പിറ്റലിന്റെ അണ്ടറിലാണ് വരുന്നത് അവരാണ് നമുക്ക് വിസ പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു തരേണ്ടത്. പെർമിറ്റ് എന്നുള്ള ഒരു കാര്യം അവരുടെ ഉത്തരവാദിത്തമാണ്. കാരണം അവരാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് വർക്ക് ചെയ്യിക്കാനായിട്ട്. അപ്പൊ അവരാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്തു തരേണ്ടത്. പിന്നുള്ളൊരു കാര്യം വെച്ചാൽ ഈ ഏജൻസി ഈ നാളെ മൗറീഷ്യസിലേക്ക് ഇപ്പൊ ഈ ഏജൻസി ഒരാളെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നു, ആ ആള് മൗറീഷ്യസിലേക്ക് എൻട്രി ആയി, പിന്നെ അവരെ വിളിച്ച ഫോൺ എടുക്കില്ല. അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ഏജൻസീസ് നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ലെറ്ററോ തന്ന് നിങ്ങൾ ഏതെങ്കിലും ഏജൻസീസ് ഇങ്ങോട്ട് കയറ്റി വിടുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആരും ഇങ്ങോട്ടേക്ക് വരരുത്. കാരണം അത് പക്ക ഫ്രോഡാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ നാട്ടിൽ നിന്ന് എത്ര എമൗണ്ട്
കൊടുത്ത് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ പൈസ ഉണ്ടാക്കി നമ്മൾ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അവർക്ക് പൈസ കൊടുത്ത് ശരിക്കും അവർ നമ്മളെ ചീറ്റ് ചെയ്യും. കാരണം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് പൈസയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി ഏജൻസിക്ക് കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഇവിടെ. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തു പോയി, നമുക്ക് ഓൾറെഡി കടമായി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലാതെ അങ്ങനെ വന്നിട്ടുള്ള കുറെ ആൾക്കാർക്ക് ഇപ്പോഴും പെർമിറ്റ് കിട്ടിയിട്ടില്ല. 4-5 മാസമായിട്ട് ഇപ്പൊ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇല്ലീഗലായിട്ടാണ്. നമ്മൾ നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ എക്സ്പയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ഒരു 2 മന്ത്, ഒരു 1 more month നിങ്ങൾക്ക് അത് നമുക്ക് റിന്യൂ ചെയ്യാം, ഒന്നുകൂടി ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇല്ലീഗലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത് ഇൻ കേസ് ഇവിടുത്തെ ഗവൺമെന്റോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്യൂ ആവും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രോബ്ലം, അവിടെ നിന്ന് പോകാൻ പറ്റില്ല, ബാൻ ആവും ഈ കൺട്രി. അങ്ങനത്തെ കുറച്ചൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ കുറെ ആൾക്കാര് ഇപ്പോഴും ഇവിടെ ഇല്ലീഗലായിട്ട് ഇങ്ങനെ നാട്ടിലെ ഏജൻസീസ് കാരണം കയറി വന്നിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പോഴും. എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. നമുക്കിപ്പോ ഇത് അറിയില്ലായിരുന്നു. ഇപ്പൊ ഓരോരുത്തർ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടാണ് നമുക്കിപ്പോ ഇങ്ങനത്തെ ഏജൻസീസ് ഉണ്ട്, ഭയങ്കര സ്കാം ആയിട്ട് നാട്ടിൽ നിന്ന് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ടെന്ന് നമ്മളിപ്പോ അറിയുന്നത്. അപ്പൊ നിങ്ങൾ ആരും നിങ്ങൾക്ക് നാട്ടിലെ ഏജൻസിനെ ട്രസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. നല്ല ഏജൻസീസ് ഉണ്ട്, ചീത്ത ഏജൻസി, എല്ലാ ഏജൻസിയും ചീത്തയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ഏജൻസീസ് ഉണ്ട്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏജൻസീസ് ഉണ്ട്. അപ്പം നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏജൻസീസ് ഒക്കെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവര് പെർമിറ്റ്, അതായത് OPO അല്ലെങ്കിൽ വർക്ക് പെർമിറ്റോ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഏജൻസീസ് ഉണ്ട്. അതൊക്കെ നല്ല ഏജൻസിയാണ്, അവർ ചെയ്യുന്ന പക്കായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ആരും ഇതുപോലത്തെ സ്കാമിൽ പോയിട്ട് പെടരുത്. ഇപ്പൊ നിങ്ങൾ ഒരു ഏജൻസിനെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ച് നിങ്ങൾ ഏത് വിസയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് നിങ്ങൾക്ക് OP ഉണ്ട്, ഇവിടെയാണെങ്കിൽ OP ഉണ്ട്, വർക്ക് പെർമിറ്റ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പെർമിറ്റ്സ് ഉണ്ട്. അപ്പൊ ആ വിസയിലാണോ നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ മസ്റ്റായിട്ട് അവരോട് ചോദിച്ച് എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പേയ്മെന്റും കാര്യങ്ങളും ചെയ്യാവുള്ളൂ, ഇങ്ങോട്ട് കയറി വരാവുള്ളൂ. ഇങ്ങോട്ട് കയറി വരുന്ന ആൾക്കാർക്ക് അക്കോമഡേഷൻ മാത്രമല്ല, ഫുഡ് അക്കോമഡേഷൻ മാത്രമല്ല, അവർക്ക് നാട്ടിൽ നിന്ന് പറയുന്ന ജോലിയല്ല അവരിവിടെ കൊടുക്കുന്നുള്ളതാണ് ഇതിലുള്ളൊരു നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. നാട്ടിൽ നിന്ന് പറയുന്നത് ഇപ്പൊ ഡ്രൈവർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി ശരിയാക്കിയേക്കുന്നത്, നിങ്ങൾക്ക് ഇതിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെർമിറ്റിലേക്ക് മാറ്റി തരും. ബട്ട് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ഡ്രൈവർ വിസയിൽ വരുന്ന, അതായത് ഡ്രൈവർ ജോലിക്ക് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് ചെയ്യുന്നത് ചിലപ്പോൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് അല്ലെങ്കിൽ ക്ലീനിങ്, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇവരിങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് നമുക്ക് പല പല വാഗ്ദാനങ്ങൾ, പല കാര്യങ്ങൾ പറയും. ഇപ്പൊ അക്കൗണ്ടന്റ് ആയിട്ടുള്ള ഒരാൾ നാട്ടിലുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെയിം അക്കൗണ്ടന്റ് ജോബാണ്, നിങ്ങൾക്കൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയിലോ നിങ്ങൾക്ക് അക്കൗണ്ടന്റ് ആയിട്ട് ജോബാണെന്ന് പറഞ്ഞ് വന്നിട്ട് അവരിവിടെ വന്നു കഴിയുമ്പോൾ അവരൊന്ന് മാറ്റി വേറെയുള്ള ക്ലീനിങ് അല്ലെങ്കിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് അല്ലാതെ വേറെ എന്തെങ്കിലും ലോക്കൽ വർക്ക് നിങ്ങൾക്ക് തരും. നമുക്കത് ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരാണെങ്കിൽ നമ്മളത് സഹിച്ചു പിടിച്ച് ഇവിടെ നിൽക്കും. അപ്പൊ നമുക്കൊക്കെ അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ ഇവരിവിടെ വന്നിട്ട് നമ്മൾ ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് ഇവർ പെട്ടുപോയ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കതൊരു പെയിൻഫുൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും ഞാനിപ്പോ ഈ വീഡിയോ ചെയ്ത് പറയുന്നത്, ആരും ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയിട്ട് പെടരുത്.